വയനാട്ടിൽ എന്താ കാര്യം? വയനാട്ടിൽ KPCC നേതൃക്യാമ്പാണ്. ഇന്ന് തുടങ്ങുകയാണ് വയനാട്ടിലെ KPCC നേതൃക്യാമ്പ്. ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളാണ് യോഗത്തിലെ പ്രധാന ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലും പ്രത്യേക ചർച്ച നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തുടങ്ങിയവർ പങ്കെടുക്കും. VS രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഇന്നിപ്പോൾ വയനാട്ടിൽ KPCC നേതൃയോഗമാണ്. CPM-ൻ്റെയും CPI-യുടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലൊക്കെ കഴിഞ്ഞു. പല ഘടകങ്ങളിലായിട്ട് അവർ തിരിഞ്ഞ് പല കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയാണ് ആ വിലയിരുത്തലുകളിലേക്കൊക്കെ എത്തിയത്. KPCC അങ്ങനെ ഒരു വലിയ എക്സസൈസിന് ശ്രമിച്ചിരുന്നില്ല നേതൃയോഗങ്ങളല്ലാതെ. ഇനിയിപ്പോൾ വയനാട്ടിൽ നടക്കുന്ന KPCC നേതൃയോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാവും ചർച്ച ചെയ്യുക? തെരഞ്ഞെടുപ്പാനന്തര രാഷ്ട്രീയം എങ്ങനെയായിരിക്കും പാർട്ടി കണക്കാക്കുന്നത്? അരുൺകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ തലത്തിലും രാഷ്ട്രീയമായിട്ടുമൊക്കെ കോൺഗ്രസിന് ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനുള്ള, അവരുടെ വീര്യം വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പിനെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ചർച്ചകൾക്കൊക്കെ ഒന്ന് തുടക്കം കുറിക്കുക. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം മാത്രമല്ല, കേരളത്തിൽ പൊതുവെ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ഈ നേതൃ ക്യാമ്പിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി പ്രവർത്തകരെയും സംഘടനയെയും സജ്ജമാക്കുക എന്നുള്ളതാണ്. അതിനു മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാറുണ്ട്. പൊതുവെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM ആണ് വലിയ മുന്നൊരുക്കം നടത്താറുള്ളത്. CPM-നാണ് മുന്നേറ്റം ഉണ്ടാക്കാറുള്ളത്. ഇത്തവണ ഭരണവിരുദ്ധ വികാരം ശക്തമായ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഈ നേതൃ ക്യാമ്പ് വളരെ നേരത്തെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംഘടനാ തലത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ കൂടി മുരളീധരനൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുധാകരനെതിരെ ഒരു നീക്കം പല ഭാഗത്തുനിന്നും വന്നിരുന്നു. ഈ കൂടോത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ KPCC നേതൃത്വത്തിൽ സുധാകരൻ വീണ്ടും അവരോധിക്കപ്പെട്ട് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരട്ടെ എന്ന രീതിയിലുള്ള നിലപാടിലേക്ക് പോകുമോ, അതല്ല സംഘടനാ തലത്തിൽ സുധാകരൻ മാറണം എന്നൊരാവശ്യം ഈ നേതൃ ക്യാമ്പിൽ ഉയർന്നു വരുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും വയനാട്ടിൽ ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്ന വയനാട്ടിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാവുക എന്നുള്ളതായിരിക്കും. ഏതായാലും അതാണ്, ഇന്ന് 2 ദിവസമാണ് ഈ ക്യാമ്പ് എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു പ്രത്യേകതയാണ്.